ധർമ്മരാജൻ്റെ മൊഴിമാറ്റം. ധർമ്മരാജൻ പറയും 25 ലക്ഷമേ എൻ്റെ അടുത്ത് പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് പരാതി കൊണ്ടുപോയി കൊടുത്തയാൾ പോലീസ് വന്ന് അന്വേഷിച്ചപ്പോൾ 3.5 കോടി പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ഘട്ടത്തിലൊന്നുമില്ലാത്ത ട്രാവൻകൂർ ഹോട്ടൽ ഈ രംഗത്തേക്ക് വരികയാണ്. ട്രാവൻകൂർ ഹോട്ടൽ എങ്ങനെയാണ് വന്നത്? അപ്പോൾ നോക്കുമ്പോൾ NDAയുടെ വൈസ് ചെയർമാനായിട്ടുള്ള BDJSൻ്റെ നേതാവ് ഈ തുഷാർ വെള്ളാപ്പള്ളിയുടെ ഹോട്ടലാണ്. തുഷാർ വെള്ളാപ്പള്ളിയുടെ ഇവരാരെ പറ്റിക്കാനാണ്? എനിക്ക് ഇത് ഈ എൻ്റെ പോയിന്റ് പൂർണ്ണമാക്കാൻ പോലും പറ്റില്ല ചിരി വന്നിട്ട്. അതായത് തുഷാർ വെള്ളാപ്പള്ളിയുടെ ഹോട്ടൽ വാങ്ങാൻ വേണ്ടി കൊണ്ടുവന്ന പണമാണ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ അങ്ങ് വൈറ്റ് വാഷ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ആളെ പറ്റിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറ്റാനാണ് ED ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ തവണത്തെ മീറ്റിങ്ങിൽ നമ്മുടെ ഇരിപ്പിൽ നമ്മൾ പറഞ്ഞാണ് 2014 മുതൽ 2022 വരെ ED 3010 റെയ്ഡുകൾ നടത്തി. 2014 ഇത് 112 റെയ്ഡുകളായിരുന്നു. 27% വർധന റെയ്ഡുകളുടെ കാര്യത്തിലുണ്ടായി. ED ഇൻഫർമേഷൻ റിപ്പോർട്ട് 4964 ചാർജ് ഷീറ്റുകൾ നൽകിയ 993 കേസുകൾ, പക്ഷേ 23 കേസുകൾ മാത്രമാണ് ശിക്ഷിച്ചത്. മതിയായ തെളിവുകൾ കോടതിയിൽ കൊടുക്കാൻ പറ്റില്ല. ഈ ED ഇക്കാലത്തിനിടെ എടുത്ത രാഷ്ട്രീയക്കാർക്കെതിരെ എടുത്ത മുഴുവൻ കേസുകൾ 85% കേസുകളും പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ ED പ്രതിപക്ഷത്തിനെതിരെയാണ്. അതായത് BJPക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടന്റ് ഉണ്ടാക്കാനുള്ള മെഷീനായിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. കണ്ടന്റ് ഉണ്ടാക്കാനുള്ള മെഷീനായിട്ട്. ഞാൻ പറഞ്ഞ അന്വേഷണ സംവിധാനം പോലും അല്ല, BJPക്ക് കണ്ടന്റ് ഉണ്ടാക്കാനുള്ള മെഷീനായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ അവർക്ക് അന്വേഷിക്കാൻ അറിയില്ല. കരുതുന്നത് എന്തിനാണ് ഞാൻ തിരൂർ സതീഷിനെ വിളിച്ച് വെറുതെ എൻ്റെ സമയം കളയുന്നത്, എന്തിനാണ് ഞാൻ BJP നേതാക്കളോട് ഈ കാര്യം ചോദിച്ച് അവരുടെ മൊഴിയെടുത്ത് സമയം കളയുന്നത്, എന്തിനാണ് ധർമ്മരാജൻ്റെ മൊഴി പോലും ഇവർ എഴുതിയുണ്ടാക്കിയാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്.